പെരിന്തൽമണ്ണ സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ താലൂക്കിലെ ഐക്യകണ്ഠേന UDF എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തെ അട്ടിമറിച്ചു എന്ന് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ഒരു ആരോപണം ഉണ്ടായിരുന്നു. ആ ആരോപണം ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇന്ന് അതിൻ്റെ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അതിൻ്റെ ചെയർമാൻഷിപ്പ് UDFന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഉണ്ടാക്കുന്നതിന് അവസരമൊരുക്കി LDFന് അല്ലെങ്കിൽ UDFന് നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കി എന്ന് അന്ന് തന്നെ ഞങ്ങൾ പറയുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഐക്യകണ്ഠേന UDFൻ്റെ തീരുമാനപ്രകാരം മുന്നോട്ട് പോയപ്പോൾ ആ തീരുമാനത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ, ആ തീരുമാനത്തെ വകവെക്കാണ്ട് നമ്മുടെ UDFൽ തന്നെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവിൻ്റെ ഏകാധിപത്യമായ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആ സർക്കിൾ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നമുക്ക് UDFന് ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പ്രസിഡന്റുമാരും അതോടൊപ്പം തന്നെ ഈ താലൂക്കിലെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരും ഒപ്പിട്ട ഒരു പരാതി ഇതിന് നേതൃത്വത്തെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടി എടുക്കണമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനൊന്നും തീരുമാനമില്ലാണ്ട് മുന്നോട്ട് പോവുകയുണ്ടായി. ഇന്നിപ്പോൾ നമുക്ക് ഈ താലൂക്കിലെ UDFനെ തകർക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോയ ആ ആളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. നടപടിയെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് UDFൻ്റെ ജില്ലാ കമ്മിറ്റിക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിക്കും പരാതി കൊടുത്ത് ഈ സർക്കിൾ യൂണിയൻ നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം ഒരുക്കിയ ആളുകൾക്കെതിരെ കർശന നടപടി എടുക്കണമെന്നുള്ള കോൺഗ്രസിൻ്റെ ആവശ്യമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആഗ്രഹമില്ലാത്ത ഒരു കാര്യമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. നമ്മളെ കയ്യിൽ തന്നിരുന്ന ഒരു സാധനമാണ് UDFന് നഷ്ടപ്പെട്ടുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇത്തരം നിലപാടുകളായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. കോൺഗ്രസ് ഒരു കാരണവശാലും UDFനെ തകർക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകില്ല. ടീം UDF എന്ത് നിലപാടെടുക്കുന്നോ ആ നിലപാടിൻ്റെ ഭാഗമായി ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ടീം UDF ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തയ്യാറാണ് എന്നുകൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് UDF സംവിധാനത്തിൽ നല്ല ഐക്യകണ്ഠേന ചർച്ച ചെയ്ത് തീരുമാനിച്ച് നേതൃത്വവും എല്ലാവരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ലീഗ് നേതൃത്വം ലീഗിലെ സ്ഥാനാർത്ഥികൾ ഒന്നിച്ച് ഒറ്റ രീതിയിൽ മത്സരിക്കുകയുണ്ടായി. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഏകപക്ഷീയമായി ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത് ഈ UDFൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനും ഒക്കെ നമ്മൾ പരാതി നൽകിയിരുന്നു. ജീവനക്കാരുടെ പ്രതിനിധികൾ ഈ വിഷയത്തിൽ കുറച്ച് കർശനമായ നിലപാടെടുത്തു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറായില്ല. ചർച്ചകൾ മുന്നോട്ട് പോയിട്ടും യാതൊരു തീരുമാനം ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ലീഗിൻ്റെ ഡയറക്ടർമാർ വിജയിച്ചു വന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ പെരിന്തൽമണ്ണ സർക്കിൾ സഹകരണ യൂണിയൻ അതിൻ്റെ ചെയർമാൻ സ്ഥാനം UDFന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ UDFന് നഷ്ടപ്പെട്ടത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിനെതിരെ ശക്തമായി ഞങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. സംസ്ഥാന നേതൃത്വത്തിനും UDFൻ്റെ നേതാക്കന്മാർക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ സമർപ്പിക്കാൻ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അല്ല ബാബു, ഇനിയിപ്പോൾ പെരേൽക്ക് വേണ്ട ഇലക്ട്രിക് സാധനങ്ങൾ, പ്ലംബിംഗ് സാധനങ്ങൾ, സാനിറ്റൈസർ, ഹോം അപ്ലയൻസ് ഇതൊക്കെ ഓരോ പീടിയ പോയി മേടിക്കണ്ടേ? എന്തിനത്? ഇതൊക്കെ പട്ടാമ്പിലുള്ള ഒരൊറ്റ ഷോപ്പ് കിട്ടും. ആ ഷോപ്പിന്റെ പേരാണ് മെൽക്കോ.